ഞാനിവിടെ ഒരു വീഡിയോ കാണിക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. താങ്കൾക്ക് കേരളത്തിൽ എത്ര മദ്രസകൾ ഉണ്ടെന്ന് അറിയാവോ? സംഖ്യ കുറവായിരിക്കുമല്ലോ. കുറവല്ല, കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെക്കാൾ കൂടുതലാണ് മദ്രസകൾ. അങ്ങനെയുണ്ടോ? നമ്മൾ എവിടെ നോക്കിയാലും കാണുന്നത് വിദ്യാലയങ്ങളാണല്ലോ. വിദ്യാലയങ്ങളാണ്. താങ്കളുടെ ചോദ്യത്തിൽ തന്നെയുണ്ട്. ഈ മദ്രസകളുടെ എണ്ണം കേരള സംസ്ഥാനത്ത് പൊതുവിദ്യാലയങ്ങളുടെ എണ്ണത്തിനേക്കാൾ വളരെ കൂടുതലാണ്. ഇത് ഞാൻ പറഞ്ഞ കണക്കല്ല. ഒന്നാമത്തെ പിണറായി സർക്കാരിന്റെ കാലത്ത് 2019 മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് KT ജലീലായിരുന്നു അന്ന് ന്യൂനപക്ഷകാര്യ മന്ത്രി. അദ്ദേഹം നിയമസഭയിൽ നടത്തിയ ആ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം അന്ന് എന്ന് വെച്ചാൽ ഇന്നേക്ക് ഏകദേശം 6-7 വർഷങ്ങൾക്ക് മുമ്പാണ്, കേരളത്തിൽ ആകെ ഏകദേശം 21,683 മദ്രസകൾ ഉണ്ടെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. 21,683 മദ്രസ. അതിപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. KT ജലീലിന്റെ നിയമസഭയിലെ പ്രസംഗം കിടപ്പുണ്ട്. പക്ഷെ അതപ്പോ ഇതിനെങ്ങനെയാണ് ഈ ബോർഡൊക്കെ വെച്ചല്ലേ? ബോർഡൊക്കെ വെക്കുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് സർക്കാരിലെ മന്ത്രി പറഞ്ഞപ്പോൾ അത് ഡേറ്റ കളക്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ. ആയിരിക്കണം. പക്ഷെ നമ്മൾ കാണുന്നില്ല, സ്കൂളുകൾ കാണാൻ പോകും. അതെ. അതിനകത്തൊരു പ്രത്യേകത, ഈ നമ്മളൊന്നൊരു ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 14 ജില്ലകളാണ് കേരളത്തിലുള്ളത്. 21. അതായത് മദ്രസകളുടെ എണ്ണത്തെ കുറിച്ചിട്ടാണ് ഈ മഹാന് വ്യാകുലപ്പെടുന്നത്. സ്കൂളുകളെക്കാട്ടും ഇപ്പോൾ കേരളത്തിൽ മദ്രസകളാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കണ്ടെത്തൽ. നമ്മുടെ കേരളം എന്നത് ഒരു മതസൗഹാർദ്ദത്തിന് വേറുള്ളൊരു മണ്ണാണ്. ഇവിടെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട വളരെ ചുരുക്കം പേരൊഴിച്ചിട്ട് മഹാഭൂരിപക്ഷം ആൾക്കാരും വളരെ ഒത്തൊരുമയോടുകൂടിയും സഹോദര്യത്തോടുകൂടിയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പല രീതിയിലുള്ള കുതന്ത്രങ്ങൾ ഇതിനു മുമ്പ് പയറ്റിട്ടുണ്ടെങ്കിൽ തന്നെ ഇതൊന്നും കേരളത്തിൽ നടക്കൂല എന്നുള്ള കാര്യം അവർ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മദ്രസകളിൽ നിന്ന് എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ള ഒരു കാര്യം ഈ പറയുന്ന ഈ വ്യക്തികൾ ഒരു ദിവസം ആ മദ്രസ സന്ദർശിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഞാന് 9 വർഷക്കാലം മദ്രസ വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നത് മറ്റുള്ള മതവിഭാഗങ്ങളെ ബഹുമാനിക്കാനും അവരുടെ ആരാധന കർമ്മങ്ങളെ ബഹുമാനിക്കാനും ഒക്കെയാണ്. അതായത് ഞാൻ ഒരു മുസൽമാനാണെന്ന് പറയുമ്പോൾ എൻ്റെ വിശ്വാസം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ എൻ്റെ വിശ്വാസം പൂർണ്ണതയിൽ എത്തുമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അതാണ് മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ജീവകാരുണ്യം. അതായത് പ്രവാചകൻ ഈ ഭൂമിയിൽ വന്നത് ഒരു കാരുണ്യരായിട്ടാണ്. അദ്ദേഹം ഒരു മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും കാരുണ്യവും സ്നേഹവും സഹോദര്യവും ഒക്കെ ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു പ്രവർത്തന രീതിയായിരുന്നു പ്രവാചകന്റെ പ്രവർത്തന രീതി. അതുമാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. അതായത് ദാഹിച്ചു വലയുന്ന ഒരു നായ, ആ നായയുടെ ദാഹം മാറ്റിക്കൊടുത്തതിന്റെ പേരിൽ വൈശ്യാവ്രതം തൊഴിലാക്കിയ ഒരു സ്ത്രീ, ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ഒരു കൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയെ, ഒരു വിവാഹിതയായ ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയെ എറിഞ്ഞു കൊല്ലണമെന്നാണ്. ഒരു വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയെ 80 ചാട്ടവാറ് കൊണ്ട് അടിക്കണം എന്നാണ് ഇസ്ലാമിന്റെ വിധി. അങ്ങനെയുള്ള ഒരു സ്ത്രീ ഒരു ദാഹിച്ചു വലയുന്ന ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ആ സ്ത്രീ സ്വർഗത്തിന്റെ അവകാശി ആണെന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. ആ കാര്യമാണ് മദ്രസയിൽ ഞാൻ പഠിച്ചത്. അതായത് കാരുണ്യം മനുഷ്യർക്ക് മാത്രമല്ല ജീവജാലകങ്ങൾക്ക് മൊത്തത്തിൽ കാരുണ്യം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുകയാണെങ്കിൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും എന്നതാണ് പ്രവാചകന്റെ രീതി. ഇതാണ് മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു മതവിദ്യാഭ്യാസത്തിന്റെ ഇതിൽ എന്തിനാണ് ഇവർക്ക് ഇത്രത്തോളം ആശങ്ക? പിന്നെ വേറൊരു കാര്യമുണ്ട്. മുമ്പ് മദ്രസ അധ്യാപകന്മാർക്ക് സർക്കാരിൽ നിന്ന് കൊടുക്കുന്ന ശമ്പളം എന്നുള്ള രീതിയിൽ വലിയൊരു പ്രചരണം ഉണ്ടായിരുന്നു. അത് സർക്കാർ തന്നെ ഇതിനെക്കുറിച്ചിട്ട് വളരെ ആധികാരികമായിട്ട് ഒരു ഇത് കൊടുത്തപ്പോൾ തന്നെ അത് കെട്ടിയടങ്ങി. പിന്നെ ഇവരുടെ ക്ഷേമനിധിയുടെ കാര്യത്തെ കുറിച്ചിട്ടും ഒരു ചർച്ചയുണ്ടായിരുന്നു. അതായത് ഉസ്താദുമാർക്ക് കൊടുക്കുന്ന മദ്രസ
അധ്യാപകന്മാർക്ക് കൊടുക്കുന്ന ക്ഷേമനിധി. അപ്പൊ ഈ ക്ഷേമനിധി എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ക്ഷേമനിധിയുണ്ട്. അപ്പൊ ഒരു നിശ്ചിത സംഖ്യ അടക്കുമ്പോൾ ആ നിശ്ചിത സംഖ്യയിൽ നിന്ന് അവർക്ക് കൊടുക്കുന്ന ഒരു ക്ഷേമനിധി അത് ഏതൊരു വിഭാഗത്തിൽപ്പെടുന്നവർക്കുമുണ്ട്. അതൊരു മാറ്റി നിർത്താം. ഇപ്പൊ സർക്കാർ കൊടുക്കുന്ന ശമ്പളം എന്നുള്ള രീതിയിലൊക്കെ കുപ്രചരണങ്ങളൊക്കെ അഴിച്ചുവിട്ടപ്പോൾ അതൊന്നും എവിടെയും വിലപേശിയില്ല, എവിടെയും വേശിയില്ല. അതായത് ഇവരുടെ അനുകരിക്കുന്നവർക്ക് പോലും അതിന്റെ സത്യാവസ്ഥ മനസ്സിലായി, ഇവർ പറയുന്ന പച്ചക്കള്ളമാണെന്നുള്ള കാര്യം. പിന്നെ എന്തിനാണ് ഈ മദർസ വിദ്യാഭ്യാസത്തിനെ കുറിച്ച്, മദർസകളുടെ എണ്ണത്തെ കുറിച്ചൊക്കെ ഇവന്മാർക്കൊരു വ്യാകുലത? ഇവരൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദര്യത്തോടുകൂടിയും സമാധാനത്തോടു കൂടി ജീവിക്കുന്നവർക്കിടയിൽ വർഗീയതയുടെ വിത്ത് വിതക്കുക. അതാണ് ഇവരുടെ ഒറ്റ ലക്ഷ്യം. പക്ഷെ ഇവർ എത്ര വിത്ത് വിതത്തി കഴിഞ്ഞാലും അത് ഇവിടെ വളക്കില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് മദർസ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് ഇവന്മാർക്ക് ഒരു വ്യാകുലത വേണ്ട. മദർസയിൽ നിന്ന് അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും മറ്റുള്ള മതവിശ്വാസത്തിൽപ്പെട്ടുന്ന വ്യക്തികൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അവിടെ എന്താണ് പഠിപ്പിക്കുന്ന കാര്യം സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അത് ആരോട് അന്വേഷിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഏതെങ്കിലും മഹല്ലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട്. പലവരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, മദർസയിൽ നിന്ന് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, മദർസയിൽ നിന്ന് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, മദർസയിൽ നിന്ന് തീവ്രവാദമാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള ഒരു കുപ്രചരണങ്ങളൊക്കെ ഉണ്ട്. ആ തെറ്റിദ്ധാരണ മാറാൻ എന്താണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു മദർസ സന്ദർശനം ഒരു അനുവദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഏത് മഹല്ലിന്റെ ആൾക്കാരും ഏത് മദർസ നടത്തിപ്പുകാരും അതിന് അനുവാദം കൊടുക്കും. കാരണം വെച്ചാൽ അവർ ധൈര്യപൂർവ്വം അതിന് സ്വാഗതം ചെയ്യും. കാരണം വെച്ചാൽ അത്തരം കാര്യങ്ങളൊന്നല്ല അവിടെ പഠിപ്പിക്കുന്നുള്ള 100% ഉറപ്പാണ്. പിന്നെ എന്തിനാണ് ഇവരെ പോലുള്ളവർക്കൊക്കെ ഇങ്ങനെ ഒരു ഇത് എന്ന് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷെ അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിനോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മാത്രമല്ലേ അവർ ചിലപ്പോൾ അവർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങളോ മറ്റുള്ളവരുടെ നേട്ടങ്ങളോ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതവിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ മതവിഭാഗങ്ങളിൽപ്പെടുന്നവർക്കും വേണമെന്നാണ്. ഇപ്പോ മുസ്ലിം മുസ്ലിം ആൾക്കാർക്കിടയിൽ മദർസ വിദ്യാഭ്യാസമുണ്ട്, മത വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് കൊടുക്കാൻ. പിന്നെ ഈ ക്രിസ്ത്യൻ അതായത് സൺഡേ സ്കൂളിനെ കുറിച്ചിട്ടൊക്കെ ഉണ്ട്. ഈ ഹിന്ദു കുട്ടികൾക്കും അവരുടെ മതത്തെ കുറിച്ചിട്ട് പഠിക്കാനും അവരുടെ മതത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കാനും ഒക്കെ ഇതുപോലെയുള്ള ശാലകൾ വേണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് സ്നേഹവും സഹോദര്യവും സമാധാനവുമാണ്. ഒരു മതവും പരസ്പരം പോരടിക്കാനോ പരസ്പരം തമ്മിലടിക്കാനോ ഒന്നും പഠിപ്പിക്കുന്നില്ല. പിന്നെ എന്താണ് മതത്തിന്റെ പേരിൽ തമ്മിൽ പോരടിക്കേണ്ട ആവശ്യം? അപ്പൊ ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ നിലനിൽപ്പ്, അവരുടെ സ്വാർത്ഥ താല്പര്യം. ഈ വീഡിയോ ഈ പറഞ്ഞ വ്യക്തിയുടെ ഒക്കെ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇതൊക്കെ പച്ചയായിട്ട് പറയണമെങ്കിൽ അദ്ദേഹത്തിന് എന്തോ ഇതിലൊരു താല്പര്യമുണ്ട്. അല്ലാതെ അടിസ്ഥാന രഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ജനങ്ങളത് മനസ്സിലാക്കൂലേ, ആ വ്യക്തിയെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കൂലേ. അതുകൊണ്ട് ആ വ്യക്തിയോട് പറയാനുള്ളത് മദർസകളുടെ എണ്ണം വർദ്ധിച്ചു എന്ന് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. അത് തീർച്ചയായിട്ടും നാട്ടിലെ സമാധാനത്തിനും സഹോദര്യത്തിനും ജീവകാരുണ്യ പ്രവർത്തനത്തിനും മാത്രമേ ഒതുക്കൂ. നിങ്ങൾ കരുതുന്ന തരത്തിലുള്ള ഒരു രീതിയിലേക്കും പോകില്ല. പിന്നെ ഈ ഒറ്റപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സമുദായത്തെയും ഒരു മതത്തെയും മൊത്തം അടിച്ചാക്ഷേപിക്കുന്ന രീതിയും ശരിയല്ല.